പ്രൈസ് ദി ലോർഡ്. ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. ഞങ്ങളെല്ലാവരും കണ്ണുനീരോടെ നല്ലൊരു കുമ്പസാരം നടത്തുക, പശ്ചാത്തപിക്കുക, ക്ഷമിക്കാനുള്ളവർക്കെല്ലാം ക്ഷമ കൊടുക്കുക. നിന്നെ വേദനിപ്പിച്ചവരുണ്ട്, നിന്നെ പീഡിപ്പിച്ചവരുണ്ട്, അപമാനിച്ചവരുണ്ട്, അവർക്കൊക്കെ ക്ഷമ കൊടുക്കാൻ നിനക്ക് സാധിക്കണം. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നൊരിക്കൽ ഈ തൃശ്ശൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുക. സ്ഥലം ഞാൻ പറയുന്നില്ല. അവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഈവനിങ് കൺവെൻഷനാണ്. അന്ന് കൺവെൻഷൻ്റെ ദിവസങ്ങളിൽ ഒരു വ്യക്തി കൺവെൻഷൻ കഴിഞ്ഞ് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നൊരു ചെറുപ്പക്കാരനാണ്. അവന് എൻജിനീയറാണ്, നല്ല ഫാമിലി, മാതാപിതാക്കളൊക്കെ നല്ല ജോലിയൊക്കെ ഉണ്ടായി, റിട്ടയർ ആയി, നല്ല മാതാപിതാക്കൾ. പിന്നെ പെങ്ങളുണ്ട്, പെങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, പെങ്ങളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നു, മക്കളൊക്കെ ഉണ്ട്. അവൻ പറയണ അവൻ്റെ കല്യാണവും കഴിഞ്ഞു. അവൻ്റെ ഭാര്യയും എൻജിനീയറായ ഒരു പെൺകുട്ടിയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിതം ആരംഭിച്ചു. പക്ഷെ അവനെ തകർത്ത ഒരു സംഭവം ഉണ്ടായി. മനസ്സുകൊണ്ടാകെ തകർന്നാണ് ഈ ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നത്. അതായത് ഇവൻ്റെ ഭാര്യയെ ഒരു 3-ാമത്തെ മാസത്തിൽ ഇവർ ആശുപത്രിയിൽ പരിശോധനയുടെ സമയത്ത് പരിശോധിക്കുമ്പോൾ ഇവൾ ഗർഭിണിയാണ്. നേരത്തെ അറിഞ്ഞിരുന്നു ഗർഭിണിയാണ്. ആ കുഞ്ഞിന് 4 മാസത്തെ വളർച്ചയുണ്ട്. 4 മാസത്തെ വളർച്ചയുണ്ട് കുഞ്ഞിന്. കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 2-3 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ കുഞ്ഞിന് 4 മാസത്തെ വളർച്ചയുണ്ട്. 4 മാസമായ കാര്യം ഡോക്ടർ പറഞ്ഞു. ഇതിവനെ ആകെ മാനസികമായിട്ട് തകർത്തു. വീട്ടിൽ വന്നു, ഭാര്യയെ ചോദ്യം ചെയ്തപ്പോൾ അവൾ തെറ്റ് സംഭവിച്ചു. അവൾക്ക് ഒരു കാമുകനുണ്ടായിരുന്നു, അവളുടെ കൂടെ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ. അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു. അങ്ങനെ ശാരീരികമായിട്ടൊക്കെ അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം അവൻ്റെ കുട്ടിയാണ് ഇവളുടെ ഗർഭപാത്രത്തിലുള്ളത്. കല്യാണം നടക്കുമ്പോൾ ഇവൾ ഗർഭിണിയാണ്. അതവൾക്കറിയാം അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം. അവൻ പറഞ്ഞു, ബ്രദറെ, ഞാനിങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യേണ്ടത്, ഇവളെ കൊല്ലണമെന്നൊക്കെ മനസ്സ് കൊടുത്ത. വല്ലാതെ മാനസികമായിട്ട് തകർന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സമൂഹത്തിൽ നല്ല വിലയുള്ള കുടുംബമാണ്. ഇതൊക്കെ എന്നോട് പങ്കുവെച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഇച്ചിരി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അവൾ ചെയ്തത് തെറ്റാണ്, ആ കുഞ്ഞു നിൻ്റേതുമല്ല. ഞാൻ പറഞ്ഞു, പക്ഷേ നീ ക്ഷമിക്കാൻ തയ്യാറാവണം. അവൾക്ക് നിരുപാധികം ക്ഷമ കൊടുത്ത് അവളെ സ്വീകരിക്കാൻ നീ തയ്യാറുണ്ടോ? അവൻ മനസ്സിൽ ചിന്തിച്ചിരുന്നത് എന്താണെന്നറിയോ? ഒന്നിൽ അവളെ കൊല്ലണം, അല്ലെ അവിടെ വീട്ടിൽ കൊണ്ട് അവിടെ അപ്പനോടും അമ്മയോടും കാര്യം പറഞ്ഞിട്ട് അവരെ തിരിച്ചേൽപ്പിക്കണം. ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉപേക്ഷിക്കാൻ പറയാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, അബോർഷൻ ചെയ്യാൻ പറയാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു, നിനക്ക് ക്ഷമിച്ച് അവളെ അംഗീകരിച്ച്, അവൾക്ക് തെറ്റുപറ്റിപ്പോയി അംഗീകരിക്കാൻ തയ്യാറുണ്ടോ ചിന്തിച്ചോളാൻ പറഞ്ഞു. ഇതൊക്കെ എൻ്റെ ആത്മാവിൽ തോന്നിയ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ബ്രദറെ, ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കാം. അവൻ പറഞ്ഞു, നാളെ രാവിലെ ഞാൻ ബ്രദറിനെ കാണാൻ വരും. കുർബാന കഴിഞ്ഞ് അവൻ ഭാര്യയായിട്ട് വന്നു. എന്നോട് പറഞ്ഞു, തലേദിവസം പറഞ്ഞു, ഭാര്യയോടൊന്നും ചോദിക്കണ്ട. ഞാൻ കണ്ടു, അവൾ വർത്താനം പറഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മകളെ ഉപേക്ഷിച്ചില്ല, ആ മകളെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. അവൻ്റെ കുഞ്ഞല്ല അവളുടെ ഗർഭപാത്രത്തിൽ വളരുന്നത്. അവന് വ്യക്തമായിട്ടറിയാം, അവൾക്കറിയാം. പക്ഷേ അവൻ ക്ഷമ കൊടുക്കുകയാണ്. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരിക്കലും ഒരു പുരുഷനെ സംബന്ധിച്ച് തൻ്റെ ഭാര്യയെ തെറ്റായിട്ട് ജീവിച്ച് ഉദരത്തിലൊരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ അവൻ അവിടെ നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് അവളെ കൂടെ നിർത്താനായിട്ട് തയ്യാറാവുകയാണ്. ഇതൊക്കെ അപൂർവ സംഭവങ്ങളാണ്. അവൾ ക്ഷമിക്കാൻ നമുക്ക് ശക്തി തരണം. അത് ദൈവത്തിൻ്റെ ആത്മാവ് തരണം. അത് നിങ്ങൾ കുമ്പസാരിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, മനസ്സിൽ വൈരാഗ്യവും വെറുപ്പുമൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ക്ഷമിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷമിച്ചിട്ട് വേണം നിങ്ങൾ കുമ്പസാരിക്കുവാൻ. ക്ഷമിക്കാതെ മനസ്സിൽ വൈരാഗ്യം വെച്ച് നിങ്ങൾ കുമ്പസാരിച്ചാൽ നിങ്ങളുടെ കുമ്പസാരം അത് പൂർണ്ണമാവത്തില്ല. ക്ഷമിച്ച് മാപ്പ് കൊടുത്ത്, ഹൃദയത്തിൽ മാപ്പ് കൊടുത്ത് വേണം കുമ്പസാരക്കൂട്ടിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലാനായിട്ട്. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി.
രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂട് കൊണ്ടുവന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറയും എന്ന് പറഞ്ഞു. എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എൻ്റെ അകൃത്യങ്ങളും പാപങ്ങളും ഞാൻ മറച്ചു വെച്ചില്ല, അവ ഞാൻ ഏറ്റുപറഞ്ഞു. കുമ്പസാരത്തിനായി ചെല്ലുമ്പോൾ ഒരിക്കലും നമ്മൾ പാപങ്ങൾ മറച്ചു വയ്ക്കരുത്. എല്ലാം തുറന്ന് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുക. അങ്ങനെ പാപങ്ങൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവത്തില്ല. പാപങ്ങൾ മറച്ചു വയ്ക്കുന്നവന് അനുഗ്രഹിക്കപ്പെടത്തില്ല. പാപങ്ങൾ മറച്ചു വയ്ക്കരുത്. പാപങ്ങളെല്ലാം തുറന്ന് ഏറ്റ് പറയണം. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ കർത്താവിനോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം കർത്താവ് ക്ഷമിച്ചു. ഹല്ലേലൂയ. എൻ്റെ പാപങ്ങൾ അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കാനും പാപങ്ങൾ ഉപേക്ഷിക്കാനും ഒക്കെ തീരുമാനമെടുക്കുക. ദൈവസന്നിധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. ഒരിക്കലും വ്യഭിചാരത്തിനോ സ്വയം ഭോഗത്തിനോ സ്വർഗഭോഗത്തിനോ ഫോണോഗ്രഫിക്കോ ലൈംഗിക വൈകൃതങ്ങൾ നിറഞ്ഞ പാപത്തിനോ ഒന്നും ഒരിക്കലും അടിമയാകാതിരിക്കാൻ ഞങ്ങൾ ജാഗ്രത ഉള്ളവർ ആയിരിക്കുക. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 5-ാം 9-ാം വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. വ്യഭിചാരികളുമായിട്ട് സമ്പർക്കം അരുത്. വ്യഭിചാരികളുമായിട്ടുള്ള കൂട്ടുകെട്ട് പാടില്ല. വ്യഭിചാരികൾ, മദ്യപാനികൾ, മ്ലേച്ഛത ജീവിക്കുന്നതിനായിട്ടുള്ള കൂട്ടുകെട്ട് പാടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ അവരെ സ്നേഹിക്കാം. അതിനൊപ്പം കൂട്ടുകെട്ടിലേക്ക് പോയാൽ അവരിൽ പ്രവർത്തിക്കുന്ന ആ ഒരു സ്പിരിറ്റ് നിങ്ങളെയും സ്വാധീനിക്കും. നിങ്ങളും ആ പാപത്തിൽ വീഴാൻ വലിയ സാധ്യതയുണ്ട്. ഹോസിയ 5:4 വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരെ പിടികൂടിയിരിക്കുന്നു. അവർക്ക് കർത്താവിലേക്ക് മടങ്ങി വരാൻ സാധിക്കുന്നില്ല. തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരെ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നില്ല. ചില വ്യക്തികളിൽ വ്യഭിചാരത്തിൻ്റെ ദുർഭൂതമുണ്ട്. വ്യഭിചാരത്തിൻ്റെ ആത്മാവുണ്ട് ചില വ്യക്തികളിൽ. ശരിക്കും വ്യഭിചാരത്തിൻ്റെ ആത്മാവുണ്ട്. ഹല്ലേലൂയ. ഞാൻ ചില അവസരങ്ങളിൽ ചില വ്യക്തികളൊക്കെ വന്ന് പങ്കുവെക്കുന്ന അനുഭവങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പുറത്ത് പറയാൻ പോലും കൊള്ളില്ല. അത്രയ്ക്ക് മ്ലേച്ഛമായ ജീവൻ നയിക്കുന്ന സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. പൊതുവായിട്ടത് വിളിച്ചു പറയാനൊക്കത്തില്ല. അത്രയ്ക്ക് മോശമാണ്. ഇവിടെ ഗാവുൽത്തായി നടന്ന ധ്യാനാവസരത്തിൽ ഒരു സഹോദരൻ വന്ന് തൻ്റെ ഭാര്യയെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവച്ചു. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവൾ വിവാഹത്തിന് മുമ്പ് ജീവിച്ചതും വിവാഹശേഷം അവൾ ജീവിക്കുന്നതുമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോഴും ധ്യാനത്തിന് വന്നു ഡിവോഴ്സിന് തീരുമാനിച്ചിരിക്കുക, കേസ് കൊടുത്തിരിക്കുക. അത്രയ്ക്ക് മോശമായ ജീവിതമാണ് ആ സ്ത്രീ ജീവിക്കുന്നത്. ഇപ്പോൾ അവൾ വിദേശത്താണ്, പാപകരമായ ജീവിതമാണ്. എന്നിട്ട് അവൾ അവധിക്ക് വന്നാൾ ഭർത്താവിനോട് ആദ്യത്തെ കല്യാണം കഴിഞ്ഞു, പുറത്തു പോയി. അടുത്ത 6 മാസത്തിനും അവൾ തിരിച്ചു വന്നപ്പോൾ ഭർത്താവിനോട് എല്ലാ കാര്യം തുറന്നു പറഞ്ഞവൾ. അവൾക്കൊരു മടിയില്ല. പല പുരുഷന്മാരുടെ കൂടെ ശയിക്കാനായിട്ടൊരു മടിയില്ല. ആ മകൻ പറയുകയാണ് പിരിയാൻ തീരുമാനിച്ചു, ഡിവോഴ്സിന് കേസ് കൊടുത്തിരിക്കുകയാണ്, ഒരു തരത്തിലും പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അത് പുറത്ത് വിളിച്ചു പറയാൻ കൊള്ളില്ല. അത്രയ്ക്ക് മോശമാണ് അവളുടെ ജീവിതം. ശരിക്കും വ്യഭിചാരത്തിൻ്റെ ആത്മാവ് ബാധിച്ച ഒരു സ്ത്രീ. ഹല്ലേലൂയ. അടുത്ത നാളിൽ മുണ്ടക്കയം ചുറ്റടിയിൽ ഏകദിനം നടക്കുമ്പോൾ ഒരു ചേച്ചി എന്നെടുക്ക വന്നു. അവരെന്നെടുക്ക വന്നിട്ട് പറഞ്ഞു, ബ്രദറെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞു. ഭർത്താവിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് പച്ചക്കെ വിളിച്ചു പറയാനൊക്കത്തില്ല. അത്രയ്ക്ക് മോശമാണ് മനുഷ്യൻ്റെ ജീവിതം. വിദേശത്തായിരുന്നു. വിദേശത്ത് ജീവിക്കുമ്പോൾ അവിടെ ഒരു വെപ്പാട്ടി ഉണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. ഇഷ്ടംപോലെ പണം സമ്പാദിച്ചത് ബാങ്കിലുണ്ട്. വ്യഭിചാര ജീവിതമാണ്. മിളച്ചത എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ മിളച്ചത. അതൊന്നും ഇവിടെ പറയാനായിട്ട് പറ്റത്തില്ല, പൊതുവായിട്ട് വിളിച്ചു പറയാൻ പറ്റാം. അത്രയ്ക്ക് മിളച്ചതയുള്ള മനുഷ്യന് നമ്മളിതൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോവും. വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം ബാധിച്ച പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. ആ ദുരാത്മാവ് ബാധിച്ചവർ അങ്ങനെ തന്നെ ജീവിക്കും. ഇനി
അവർ ചിലപ്പോൾ കുമ്പസാരത്തിൽ ചെന്ന് പറയും, തെറ്റൊക്കെ പറ്റിയത് ഏറ്റു പറയും. എന്നിട്ടോ പിടിച്ചു നിൽക്കും, ഒരാഴ്ച 2 ആഴ്ച വീണ്ടും ഇത് തന്നെ, വ്യഭിചാരം അല്ലെ സ്വയം പോകാൻ, സ്വർഗ്ഗം പോകാൻ, വീണ്ടും പാപം ചെയ്യാം. അത് ശരിക്കും ദുരാത്മാവാണ്, വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവാ. ഇത് വിട്ടുപോകണമെങ്കിലോ ഒന്നുകിൽ ഡെലിവറൻസിൻ്റെ ഗിഫ്റ്റുള്ള ആരെങ്കിലും ഈ ആത്മാവിനെ ബന്ധിച്ച് പുറത്താക്കണം, അതേ ഒരു വഴി. അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് സ്വയം ഡെലിവറൻസിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തണം. അതൊന്നും പൂർണ്ണമായിട്ട് വിജയിക്കണം നിർബന്ധമില്ല. ഇനി അടുത്തൊരു വഴി, ദൈവത്തിൻ്റെ കരുണ, ശക്തമായ ദൈവാരാധനയിലെ സ്തുതിപ്പിൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങുമെന്ന് ഡെലിവറൻസ് നടക്കണം. ഇതൊക്കെയുള്ള വഴി. ആ വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ്, സ്വയംഭോഗത്തിൻ്റെ ദുരാത്മാവ്, സ്വർഗഭോഗത്തിൻ്റെ ദുരാത്മാവ്, ഫോണോഗ്രഫിയുടെ ദുരാത്മാവ്, കണ്ണുകളുടെ ആസക്തിയുടെ ദുരാത്മാവ്, ലൈംഗിക വൈകൃതങ്ങൾ ചെയ്യുന്ന ദുരാത്മാവ്, വ്യത്യസ്തമായ ദുരാത്മാവ് ബാധിച്ച ഈ ലൈംഗിക അശുദ്ധിയുടെ ആത്മാവ് ബാധിച്ച മനുഷ്യർ ധാരാളമായിട്ടുണ്ട്. അതാണ് അപ്പസ്തോലൻ പറയുന്നത്, വ്യഭിചാരികളുമായി സമ്പർക്കം അരുത്. ഈ വിധ പാപങ്ങളുമായിട്ടുള്ള ചെയ്തതുമായിട്ടുള്ള സംസർഗം നമുക്കുണ്ടായാൽ നമ്മളിലേക്ക് ആ സ്പിരിറ്റ് കടന്നു വരാനും നമ്മളും ആ പാപത്തിലേക്ക് വീണു പോകാനൊക്കെ സാധ്യത ഉണ്ട്. ഇതൊരു ആത്മീയ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ ചുമ്മാ എഴുതി വെച്ചാൽ ആത്മാവിൽ നിറഞ്ഞ് ജീവിച്ചിരിക്കുക. വ്യഭിചാരികളുമായി സമ്പർക്കമരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 5:11 വചനങ്ങൾ, പ്രത്യുത നിന്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ, നിന്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസാൻമാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ല. ഉണ്ടോ? അവിടെ പറയുകയാണ് സംസർഗം, അത് ഈ സ്പിരിറ്റുകളുടെ കടന്നു വരുന്നൊരു കാരണമാണ്. സംസർഗം, ഇടപെടൽ, കൂട്ടുകെട്ട്, അത്യാഗ്രഹം, വിഗ്രഹാരാധന, പരദൂഷണം, മദ്യപാനം, കള്ളൻ, ഇതെല്ലാം വ്യത്യസ്തമായ തിന്മയുടെ അരൂപികളാണ് പ്രവർത്തിക്കുന്നത്. സംസർഗം. അവനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത്. എൻ്റെ അപ്പസ്തോലൻ പറഞ്ഞിരിക്കുകയാണ്, എന്തല്ലേ അവനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത്. വ്യഭിചാരികൾ, മദ്യപാനികൾ, അത്യാഗ്രഹികൾ, കള്ളന്മാർ, പരദൂഷകർ, തോന്നിവാസം ജീവിക്കുന്നവർ, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് അകന്നു നിൽക്കണമെന്നാണ് പറയുന്നത്. ആ ബന്ധം പാടില്ല. അത് നിന്നെയും നാശത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു ഈവിൾ സ്പിരിറ്റിൻ്റെ ഒരു സ്വാധീനം, ഒരു കടന്നുവരവിൻ്റെ ഒരു കാരണത്തെക്കുറിച്ചാണ് അവിടെ അപ്പസ്തോലൻ നമ്മോട് പറയുന്നത്. 1 കൊരിന്തോസ് 6:10 വചനം, അസാൻമാർഗികൾ, വിഗ്രഹ ആരാധകർ, വ്യഭിചാരികൾ, സ്വർഗഭോഗികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, പരദൂഷകർ, കവർച്ചക്കാർ ദൈവരാജ്യം അവകാശപ്പെടുത്തുന്ന ഒരു ലിസ്റ്റ് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അസാൻമാർഗിക ജീവിതം നയിക്കുന്നവർ, തെറ്റായ ജീവിതം നയിക്കുന്നവർ, തെറ്റായ ബന്ധങ്ങൾ പുലർത്തുന്നവർ, ഭാര്യയെ വഞ്ചിക്കുന്നവർ, ഭർത്താവിനെ വഞ്ചിക്കുന്നവർ, അവിഹിത വേഴ്ചകൾ ജീവിക്കുന്നവർ, അസാൻമാർഗിക പ്രവർത്തനം ചെയ്യുന്നവർ, സ്വർഗ ഭോഗികൾ, വിഗ്രഹ ആരാധകർ, വ്യഭിചാരികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, പരദൂഷകർ, കവർച്ചക്കാർ, ഇവർക്ക് ദൈവരാജ്യമില്ല. ഇതിലേതെങ്കിലും പാപത്തിൽ ഞങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ പാപത്തിൻ്റെ വഴികളെ പൂർണ്ണമായിട്ട് വിട്ടുപേക്ഷിക്കുക, പാപജീവിതത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. ഇതുപോലെ ജീവിക്കുന്നവരുമായിട്ടുള്ള കണക്ഷൻസ്, റിലേഷൻസ്, അത് നമ്മൾ ഒഴിവാക്കുന്നത് ഒത്തിരി നല്ലതാണ്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. നമുക്കൊരു നിമിഷം ഒന്ന് എണീക്കാം, നമുക്ക് കരമൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഈ പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലുക. കർത്താവായ യേശുവേ, എന്നെ സമർപ്പിക്കുന്നു. എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണല്ലോ. എന്റെ ശരീരത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും മാപ്പ് ചോദിക്കുന്നു. നിന്റെ ശരീരം ദൈവാത്മാവിന്റെ ആലയമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. കർത്താവായ
യേശുവേ, എൻ്റെ ലൈംഗികതയിൽ ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കണമേ, പാപങ്ങൾ ക്ഷമിക്കണമേ. എൻ്റെ ശരീരത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ അശുദ്ധ പാപങ്ങൾക്കും മാപ്പ് ചോദിക്കുന്നു. എന്നിൽ പ്രവർത്തിക്കുന്ന ശക്തമായിട്ട് പ്രാർത്ഥിച്ച് എന്നിൽ പ്രവർത്തിക്കുന്ന വ്യഭിചാരത്തിന്റെ, സ്വർഗഭോഗത്തിന്റെ, അശുദ്ധിയുടെ ആത്മാവ് എന്നെ വിട്ടുമാറട്ടെ. എന്നിൽ പ്രവർത്തിക്കുന്ന ജഡികാസക്തിയുടെ ദുരാത്മാവ് എന്നെ വിട്ടുമാറട്ടെ. കണ്ണുകളുടെ ആസക്തിയുടെ ദുരാത്മാവ് എന്നെ വിട്ടുമാറട്ടെ. ലൈംഗിക അരാജകത്വത്തിന്റെ, വ്യഭിചാരത്തിന്റെ ദുരാത്മാവേ, യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ടുമാറുക. യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. എന്നിൽ പ്രവർത്തിക്കുന്ന, എന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന വ്യഭിചാരത്തിന്റെ, അശുദ്ധിയുടെ, ലൈംഗിക അശുദ്ധിയുടെ, തിന്മയുടെ ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ബന്ധിക്കപ്പെടട്ടെ. യേശുവിന്റെ രക്തമേ, വിടുതൽ നൽകണമേ. തലമുറകളിലൂടെ കടന്നു വന്നിരിക്കുന്ന ലൈംഗിക പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് എന്നെയും എന്റെ കുടുംബത്തെയും മോചിപ്പിക്കണമേ. കരുണയായിരിക്കണമേ. മദ്യപാനാസക്തി, വ്യഭിചാരാസക്തി, സ്വയംഭോഗാസക്തി, സ്വർഗഭോഗത്തിന്റെ ആസക്തി, മ്ലേച്ഛതകൾ എന്നെ വിട്ടുമാറട്ടെ. ശക്തമായി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.